നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ CPM നിലപാട് മാറ്റിയിരിക്കുന്നു. മുൻ MLA ആയിട്ടുള്ള S. രാജേന്ദ്രനെതിരെ CPM നടപടിയെടുത്തേക്കും. രാജേന്ദ്രൻ പാർട്ടിക്കെതിരെ നടത്തുന്ന പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്ന് CPM ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് രാജേന്ദ്രനെ BJPയിൽ എത്തിക്കുവാൻ ചരടുവലികൾ നടത്തിയിരുന്നു. നമ്മൾ പലപ്പോഴും വാർത്തകൾ കണ്ടിരുന്നതാണ്. എന്നാൽ അനുനയത്തിൽ CPM ഇടപെട്ടതുകൊണ്ട് ആ നീക്കത്തിനൊപ്പം രാജേന്ദ്രൻ നിന്നില്ല. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ CPM നിലപാട് തന്നെ മാറ്റിക്കളഞ്ഞു. രാജേന്ദ്രൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ് എന്നാണ് പാർട്ടി പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന A. രാജയ്ക്കെതിരെ രാജേന്ദ്രൻ പ്രവർത്തിച്ചെന്നാണ് ജില്ലാ കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജേന്ദ്രനെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത് എന്നാണ് പാർട്ടി പറയുന്നത്. അച്ചടക്കം ഇപ്പോഴും രാജേന്ദ്രൻ ലംഘിക്കുന്നുവെന്ന് കൂടി CPM പറയുന്നുണ്ട്. BJPക്കൊപ്പം കോൺഗ്രസും രാജേന്ദ്രനെ കൂടെ കൂട്ടാൻ നീക്കം നടത്തുകയാണിപ്പോൾ. ദേവികുളത്തെ തമിഴ് ജനതയ്ക്കിടയിൽ രാജേന്ദ്രനുള്ള സ്വാധീനമാണ് ഇതിന് കാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം BJP നേതാക്കൾ രാജേന്ദ്രനെ സന്ദർശിച്ചിരുന്നു. ഇതെല്ലാം CPMനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പുതിയ നിലപാട് പ്രഖ്യാപനം CPM ഇപ്പോൾ നടത്തുന്നത്. സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം അംഗത്വം പുതുക്കുന്നതിനായിട്ട് നേതാക്കൾ രാജേന്ദ്രൻ്റെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം അതിന് തയ്യാറായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കണമെന്ന് നേതാക്കൾ രാജേന്ദ്രനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതനുസരിച്ച് അദ്ദേഹം കൺവെൻഷനിൽ പങ്കെടുക്കുകയുണ്ടായി. തുടർന്നും പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു എങ്കിലും രാജേന്ദ്രൻ അത് നിരസിച്ചു. പിന്നീട് BJP നേതാവായിട്ടുള്ള പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതായിട്ട് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നു. സമീപകാലത്തായി രാജേന്ദ്രൻ മാധ്യമങ്ങളിലൂടെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ KV ശശിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി വരികയാണ്. രാജേന്ദ്രനെ അനുകൂലിക്കുന്നവരെ പാർട്ടി അടിച്ചൊതുക്കുന്നു എന്ന രാജേന്ദ്രൻ്റെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണ് എന്നാണ് CPM പക്ഷേ പറയുന്നത്. അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കത്തെയാണ് ഇത്തരത്തിൽ വളച്ചൊടിച്ചത്. ഇരുകൂട്ടർക്കുമെതിരെ പോലീസ് കേസുണ്ട്. സംഭവത്തിൽ പാർട്ടിക്ക് ഒരു തരത്തിലുമുള്ള പങ്കില്ല എന്ന് ഏരിയ സെക്രട്ടറി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വിശ്വസിക്കുവാൻ രാജേന്ദ്രൻ തയ്യാറല്ല. CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് രാജേന്ദ്രനെതിരെ പ്രാദേശിക നേതൃത്വം വരെ നിലപാട് പറയുന്നത് എന്നുള്ളതാണ്. രാജേന്ദ്രനും CPMും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജേന്ദ്രൻ്റെ ഇനിയുള്ള നീക്കവും അതുകൊണ്ട് തന്നെയാണ് നിർണായകമാണ്. തനിക്കൊപ്പം നിൽക്കുന്നവരെ CPM അടിച്ചൊതുക്കുന്നുവെന്ന് തന്നെയാണ് രാജേന്ദ്രൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 ഇടങ്ങളിൽ തന്നെ അനുകൂലിക്കുന്നവരെ മർദ്ദിച്ചുവെന്ന് തന്നെയാണ് രാജേന്ദ്രൻ 2 ദിവസം മുമ്പ് വിമർശനം ഉന്നയിച്ചിരുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം പറയുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നത് എന്നാണ്. കൊരട്ടിക്കാട്ടിൽ 17കാരിക്ക് മർദ്ദനമേറ്റതും കൊട്ടേഷൻ സംഘത്തിൻ്റെ ആക്രമണത്തിലാണ്. ജില്ലാ സെക്രട്ടറി അംഗമായിട്ടുള്ള KV ശശിയുടെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുന്നത് എന്ന് തന്നെയാണ് രാജേന്ദ്രൻ്റെ ആരോപണവും. BJPയിൽ അംഗത്വം എടുത്തേക്കുമെന്ന അഭ്യൂഹം ശക്തമാക്കുന്നതിനിടെ CPM നേതാവായിട്ടുള്ള S. രാജേന്ദ്രനെ BJP നേതാക്കൾ 2 ദിവസം മുമ്പും സന്ദർശിച്ചിരുന്നു. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള J. പ്രമീളാദേവി, മധ്യമേഖലാ പ്രസിഡൻ്റായിട്ടുള്ള N. ഹരി എന്നിവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള സംഘം മൂന്നാറിലെ വീട്ടിലെത്തി രാജേന്ദ്രനെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. രാജേന്ദ്രനെ അനുകൂലിക്കുന്ന തോട്ടം തൊഴിലാളികളെ CPM പ്രവർത്തകർ മർദ്ദിച്ചു എന്നുള്ള ആരോപണം. ആ ആരോപണം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് BJP നേതാക്കൾ മൂന്നാറിലെത്തിയത് എന്ന് പറയുന്നുവെങ്കിലും ലക്ഷ്യം രാജേന്ദ്രനെ ചാക്കിട്ട് പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ BJP നേതാക്കളുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല എന്നാണ് രാജേന്ദ്രൻ്റെ വിശദീകരണം. മാർച്ചിൽ BJP നേതാക്കൾ രാജേന്ദ്രൻ്റെ മൂന്നാറിലെ വസതിയിൽ എത്തുകയും ഒപ്പം തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള PK കൃഷ്ണദാസ് നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അതൊക്കെ അന്ന് വലിയ വിവാദമൊക്കെയായിരുന്നു. അതായത് ഈ ഇലക്ഷൻ കാലമാണല്ലോ. ഇതേ തുടർന്നാണ് M. മണി MLA അടക്കമുള്ള നേതാക്കൾ രാജേന്ദ്രനെ നേരിൽ കണ്ട് അനുനയ പ്രക്രിയ നടത്തിയതും LDF നിയോജക മണ്ഡലം കൺവെൻഷനിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുകയും ചെയ്തത്. തൊട്ടുടനെയാണ് ആരും അറിയാതെ ഡൽഹിയിൽ ചെന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള BJPയുടെ നേതാവായിട്ടുള്ള പ്രകാശ് ജാവദേക്കറെ രാജേന്ദ്രൻ കണ്ടതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. എന്നാൽ ഇത് സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്നും ബന്ധുവിൻ്റെ വിവാഹത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ പോയതെന്നുമാണ് രാജേന്ദ്രൻ്റെ വിശദീകരണം ഉണ്ടായത്. പക്ഷേ ഇതൊന്നും CPM മുഖവിലക്കെടുത്തില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞുള്ള രാജേന്ദ്രനെ CPM തഴയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുവാൻ വേണ്ടി രാജേന്ദ്രൻ്റെ വിസമ്മതം അതും CPM ഒരു കുറ്റം ആയിട്ട് തന്നെ കാണുന്നു. ദേവികുളത്ത് വീണ്ടും
ഓപ്പറേഷൻ താമരയിലൂടെ രാജേന്ദ്രനെ BJPയിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊന്നും ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം CPM അനുനയിപ്പിച്ച് രാജേന്ദ്രനെ കൊണ്ടുപോവുകയും തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിനെതിരായി തിരികുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും നല്ലതല്ല. ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കുവാനുള്ള ഒരു സാമാന്യ മര്യാദ ഏതൊരു പാർട്ടിയും കാണിക്കണം. പൊതുവേ കളവും നെറുകേടും മാത്രമേ കാട്ടൂ എന്ന് പറയപ്പെടുന്ന CPM രാജേന്ദ്രനെതിരെയും ചെയ്തത് അതുതന്നെയാണ്. രാജേന്ദ്രനെ തിരഞ്ഞെടുപ്പ് കാലത്ത് കൂടെ നിർത്തി രാജേന്ദ്രൻ്റെ പിൻഗാമികളായിട്ടുള്ള അണികളായിട്ടുള്ളവർക്ക് അവരുടെ വോട്ടുകൾ എങ്ങനെയും നേടിയെടുക്കുക എന്നത് മാത്രമായിരുന്നു CPMൻ്റെ ലക്ഷ്യം. അത് നേടിയെടുത്തതിന് ശേഷം രാജേന്ദ്രനെ തള്ളിക്കളയുക, ഒറ്റ കൊടുക്കുക എന്നുള്ള തരത്തിലേക്ക് പോകുന്ന CPMൻ്റെ നിലപാടിനെ ആർക്കും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഇനിയെങ്കിലും ഉണ്ടാക്കിയെടുക്കരുത്. CPMൻ്റെ ഈ നുണപ്രചരണങ്ങൾ, ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ നിർത്തലാക്കേണ്ടതാണ്. വാക്കു പറഞ്ഞാൽ പാലിക്കാൻ കഴിയാതെ വണ്ണം തരംതാണ് പോകുന്നത് ഒരു പാർട്ടിക്കൊരിക്കലും ഭൂഷണമല്ല എന്ന് പറയപ്പെട്ടെ, നിങ്ങളുടെ പാർട്ടി കളവും നുണയും മാത്രമേ പറയൂ എന്ന് പറയുന്ന തരത്തിലേക്ക് തരംതാണ് പോകുന്നു എന്ന് പൊതുസമൂഹം വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ കൊണ്ട് തന്നെയാണ്. ഈ പറയുന്ന നിലപാടുകൾ കൊണ്ട് തന്നെയാണ്. ഒരു കാര്യം പറയുന്നു, അതിനുശേഷം അതല്ല എന്ന് പറയുന്ന മാറ്റിപ്പറച്ചിലുകൾ ഒരു പാർട്ടിയുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ രാജേന്ദ്രൻ ഇനി എന്തായാലും CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലേക്കില്ല, ഒന്നുകിൽ BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിലേക്ക് തന്നെയായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പും അദ്ദേഹത്തിൻ്റെ അണികളെ മർദ്ദിക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ മർദ്ദന മുറകളിൽ നിന്ന് അദ്ദേഹത്തിനൊരു സംരക്ഷണം വേണം. ആ സംരക്ഷണം നൽകാൻ BJPക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത് കൊണ്ടും രാജേന്ദ്രൻ എന്തായാലും BJPയിലേക്ക് തന്നെ പോകും. കോൺഗ്രസിൽ പോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ കോൺഗ്രസിന് അത്തരത്തിലൊരു സംരക്ഷണ കവചം ഒരുക്കാൻ കഴിയില്ല രാജേന്ദ്രനും രാജേന്ദ്രൻ്റെ അണികൾക്കും. അതേസമയം ആ സംരക്ഷണ കവചം BJPക്ക് ഒരുക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് BJPയോടൊപ്പം നിൽക്കാൻ രാജേന്ദ്രൻ തയ്യാറാകുന്നത്. CPMന് കോൺഗ്രസിനേക്കാൾ ഭയം BJPയെ തന്നെയാണ്.